നമസ്കാരം ലേഡീസ് അവരുടെ കുക്കറി സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പുണ്യ റംസാൻ മാസത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് നോമ്പ് തുറ വിഭവങ്ങൾ ഉണ്ടാക്കി തരുവാനായിട്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം മണക്കാട് കല്ലാട്ടുമുക്കിലുള്ള ഒരു ഹോം ബേക്കറിൻ്റെയും ഹോം ഷെഫിൻ്റെയും വീട്ടിലാണ് നമ്മുടെ സ്വന്തം ഷാഹിനത്ത. അപ്പോൾ ഷാഹിനത്ത നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഷോയിലേക്ക്. ഇത്ത വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇത്ത ബേക്ക്ഡ് ആൻഡ് കുക്ക്ഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓണറാണ് അല്ലേ? ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നോമ്പ് തുറ വിഭവങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും. ആദ്യം ഇപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി പത്തിരിയാണ്. ഇറച്ചി പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാലോ? പറ. എന്നൊക്കെയുള്ള സവാള എടുക്കുന്നുണ്ട്. എത്ര സവാള എടുത്തിട്ടുണ്ട്? ഇപ്പോൾ 2 സവാളയാണ് എടുത്തിട്ടുണ്ട്. 2 വലിയ സവാള. ഓക്കെ, 2 സവാള, 1 തക്കാളി, പിന്നെ ഗരം മസാലയാണ്. ഓക്കെ, പിന്നെ ഇഞ്ചി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത്. ഇത് പച്ചമുളക്. ഇത് ചിക്കൻ. ഇത് ചിക്കൻ വേവിച്ച് വെച്ചേക്കാം. മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചതാണ്. ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 50 ഗ്രാമാണ് എടുത്തിട്ടുണ്ട്. 50 ഗ്രാം. ഓക്കെ, ഇതെന്താണ്? ഇത് വെളുത്തുള്ളി പേസ്റ്റാണ്. പേസ്റ്റാക്കി വെച്ചത്. അതെ. വേറെ മഞ്ഞപ്പൊടി വരുന്നുണ്ട്, ഉപ്പ്, മല്ലിയില, ഇത്രയാണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഇത് മൈദയുണ്ട്. മൈദ ഇത് കുഴച്ച് വെച്ചതാണ്. ഓക്കെ, നമുക്ക് പരത്താൻ ആവശ്യത്തിനുള്ളത്. ഓക്കെ, പരത്താൻ ആവശ്യത്തിനുള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് മൈദയാണോ? അതെ, ഇത് മൈദ മാവാണ്. ഓക്കെ, ഇത് മൈദ മാവും ഉപ്പും കുറച്ച് എണ്ണയും വെള്ളവും കൂടെ ഇട്ട് കുഴച്ച് വെച്ചു. ഓക്കെ, നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരുവത്തിലാണ് കുഴച്ച് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലോ. ആദ്യത്തെ സംഭവം എന്താണ്? ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകണം? ആദ്യം എടുക്കുകയാണോ? അല്ല, ആദ്യം നമ്മൾ മസാല ഉണ്ടാക്കുകയാണ്. ഓക്കെ, ആദ്യം എന്നിട്ട് അത് ചപ്പാത്തി പോലെ എടുത്തിട്ട് ഫില്ലിംഗ് ആയിട്ട് വെച്ച് പൊരിച്ചെടുക്കും. അതെ, പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒത്തിരി വിശിഷ്ടമായിട്ടുള്ള ഒരു സംഭവം അല്ലേ? ഇത് മലബാറിൽ മെയിനായിട്ട് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഓക്കെ, തുടങ്ങിയാലോ? ഉറപ്പായിട്ടും. ആദ്യം എണ്ണ എടുക്കണം. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതെ, വശക്കാൻ ആവശ്യത്തിന് കുറച്ച് ഒഴിക്കാം. പിന്നെ എന്നിട്ട് സവാള, 2 വലിയ സവാള. അതെ, ഇത് നമുക്കിപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും? ഇത് വെച്ചിട്ട് ഒരു 10 എണ്ണം ഉണ്ടാക്കാം. 10 എണ്ണം. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടാക്കണോ അതനുസരിച്ച് ഇതിൻ്റെ അളവൊന്ന് കൂട്ടാം. അതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ. അതെ, ഇതൊന്ന് ആ പച്ചമണക്ക് മാറി നല്ല വശങ്ങാൻ പാടില്ല. ഒരു ആവശ്യത്തിന്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചച്ചവ മാറേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇത് വശം കിട്ടാനായിട്ട് ആ ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട്. അതെ, ആ ഒരു ഇത് മാറി കിട്ടും. പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെ അത് ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് കുക്കിങ്ങിലേക്ക് ആ ഒരു ഫീൽഡിലേക്ക് കടന്നെത്തിയത്? എങ്ങനെയാണ്? അങ്ങനെ പറയുന്നത് എനിക്ക് ഈ കുക്കിങ്ങിലൂടെ ഓൾറെഡി ഭയങ്കര ക്രേസുള്ളതാണ്. അതെ, പിന്നെ ഞാൻ വീട്ടിലുള്ളവർക്കും അങ്ങനെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. പിന്നെ അവർ തന്നെ ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു. പിന്നെ എൻ്റെ ഒരു അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അവർ തന്നെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇത് തുടങ്ങാനായിട്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പെൻസിലാണ് പേര്. പുള്ളിയും ഞാനും കൂടെയാണ് ഇത് ഇപ്പം മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. നമ്മൾ 2 പേരും കൂടെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണർ കൂടെ ഉണ്ട്. അതെ, അതായില്ലേ? നമുക്ക് ടൈം എടുക്കോ? അല്ല ഇപ്പോൾ ഇനി തക്കാളി ഇടാം. ഇതിപ്പോൾ നമ്മൾ ഒരു തക്കാളിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതെ, ഒരു തക്കാളിയാണ്. അപ്പോൾ ഏതാണ്ട് ഉള്ളി ഒരു ബ്രൗൺ ഷെയ്ഡായി. അതെ, അന്നേരം നമുക്ക് തക്കാളിയും കൂടെ. അതെ, ഇപ്പോൾ ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിരിക്കണം. ഉള്ളി ഒന്ന് ജസ്റ്റ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇത് ചേർക്കാനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ അടുത്ത് ഇഞ്ചി പച്ചമുളകൊക്കെ ചേർക്കാം. ഇഞ്ചിയൊക്കെ വന്നിട്ട് നമ്മൾ ഇടുന്നുണ്ടോ? ഫുൾ ഇടുന്നില്ല. നമ്മളിപ്പോൾ വന്നിട്ട് ഇതിൻ്റെ ഒരു സ്പൂൺ മാത്രമാണ് ചേർക്കുന്നത്. ഓക്കെ ഓക്കെ, അല്ല ഒത്തിരി അതിൻ്റെ കമർപ്പ് വരും അല്ലേ? ഇഞ്ചിയിലാകുമ്പോൾ നല്ല രീതിയിൽ ഒരു കവർപ്പുണ്ടാവും. അതുകൊണ്ട് ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി എപ്പോഴും കുറച്ചിരിക്കാം. പിന്നെ നമ്മളിതിൽ കൂടുതലായിട്ട് പച്ചമുളക് ചേർക്കും. സ്പൈസിനെസ് കൂടുതലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി വന്നിട്ട് നമ്മൾ കാശ്മീരിയാണ് ഇടുന്നത്. ഇപ്പോൾ ഒരു 2.5 സ്പൂൺ വരെ ഇടുന്നുണ്ട്. ഇനി വന്നിട്ട് വെളുത്തുള്ളിയും ചേർക്കണം. വെളുത്തുള്ളിയും വന്നിട്ട് ഇഞ്ചി ഇട്ടിൻ്റെ അതേ അളവിലായിരിക്കും ഇടാം. ഒരു സ്പൂണായിട്ട് 1 സ്പൂൺ മാത്രമേ ഇടത്തുള്ളൂ.
ഇതൊക്കെ ഒത്തിരി ഹെൽത്തിന് ഒത്തിരി നല്ലതാണെങ്കിൽ പോലും അതിന്റെ ടേസ്റ്റ് ഇച്ചിരി ഒന്ന് കൂടിക്കഴിഞ്ഞാൽ അതൊരു കുളമായിരിക്കും. അതിന്റെ ആ വെളുത്തുള്ളിയിലേക്ക് കുത്തലുണ്ടാവും. ഇഞ്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് തന്നെ മാറും, മൊത്തം ഇതിന്റെ പച്ചമണം മാറുന്നതൊന്ന് വിഷക്കും. ഇതിന് കുറച്ച് സമയം എടുക്കും. അടുത്ത ആയിട്ട് ഇടാറായോ? അടുത്ത ആയിട്ട് ഇടാറായി. ഇനി വന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഇടാം. ഓക്കെ, ആദ്യം ഗരം മസാല അതെ. അപ്പോൾ അതിൻ്റെ 1 ടീസ്പൂണാണ് നമ്മളിടുക. ഓക്കെ, പെപ്പർ വന്നിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഓൾറെഡി നമുക്ക് ഒരു എരിവുണ്ട്, പച്ചമുളകിൻ്റെ ഒരു എരിവുണ്ടാവും. അപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. കാശ്മീരി മുളക് പൊടി വന്നിട്ട് നമ്മൾ 1 ടീസ്പൂണാണ് ഇടുന്നത്. 1 സ്പൂൺ. പിന്നെ ഇനി അവിടെ ഉണ്ടല്ലേ അതെ, മഞ്ഞപ്പൊടി ഉണ്ട്. അത് വന്നിട്ട് ഒരു നുള്ളിട്ട് ഒരു ഇത്രയും മതി. ഇതൊന്ന് ജസ്റ്റ് പച്ചമണം മാറിൻ്റെ വരുമ്പോൾ നമുക്ക് ചിക്കനും ഇടാം. നമ്മൾ ഇതിന് സൈഡ് ഡിഷ് ആയിട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? സോസ്, ടൊമാറ്റോ സോസ് ഒക്കെ? ഇല്ല, എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി വരുന്നത് തക്കാളി ഫ്ലേവറാണ്. അപ്പോൾ അതിന് ഇതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു ഐറ്റംസിനും അങ്ങനെ സെപ്പറേറ്റ് ഒരു ഇത് വരേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ല, തീ ഒന്ന് കുറച്ച് വെച്ചോ. അതിൻ്റെ ആ ഒരു ഇത് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് വെക്കണം. കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ടല്ലോ. കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. മുളക് പൊടിയൊക്കെ ഇട്ടത് കാരണം കരിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട്. അതെ, അപ്പോൾ ഇനി ചിക്കനും കൂടെ ഇട്ടിട്ട് തീ കുറച്ച് ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. ഓക്കെ, നമ്മളിത് 50 ഗ്രാമാണ് എടുത്തേക്കുന്നത്. മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും. ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ 2 പീസ് വെച്ച് ഒരു ഇഫ്താർ കിറ്റിൽ കാണും. ഇപ്പൊ നമുക്ക് ഇഫ്താർ കിറ്റ് ആയിട്ടല്ല വേണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഐറ്റം മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിലും ഓർഡർ തരാം. അതല്ലേ, നമ്മൾ പിന്നെ ഇത് ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സ്നാക്സ്, കേക്ക്സ് എല്ലാം കൂടെ വരുന്ന ഫുഡ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പം തന്നെ മല്ലിയിലയും കൂടെ ഇട്ടേക്കാം, എന്നാലും അതിൻ്റെ ഫ്ലേവർ പിടിക്കത്തുള്ളൂ. നമ്മളിത് കഴിയുമ്പോൾ ഓഫ് ചെയ്ത ശേഷം കുറച്ചും കൂടി ചേർക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. മോനൊക്കെ ഒത്തിരി ഇഷ്ടമാണോ ഈ ഐറ്റംസ് ഒക്കെ? മോൻ എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? മോന് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റം ഭയങ്കര ഇഷ്ടമാണ്. അവരാണ് മെയിനായിട്ട് ഇതൊക്കെ നോക്കി ടേസ്റ്റൊക്കെ എനിക്ക് ആദ്യം പറയാം. അവന് ഈ ഫുഡിൻ്റെ കൂടി ഭയങ്കര ക്രേസാണ്. അപ്പോൾ അവരുണ്ടാക്കാറുണ്ടോ എന്തെങ്കിലുമൊക്കെ? കുക്ക് ചെയ്യാറുണ്ടോ? ആരാണ് മോൻ? ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യും. താനെ യൂട്യൂബ് നോക്കിയിട്ട് താനെ ഓരോന്ന് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് ഇതിൽ ഉപ്പ് കുറവുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഫുഡ് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ ആസ്വദിച്ച് കഴിക്കുമ്പോഴത്തേക്കും ആണല്ലോ നമുക്കും ഒരു സന്തോഷമാവുന്നത്. നമുക്ക് ഇപ്പം കുക്കിംഗ് മാത്രമല്ല, നമുക്ക് ബേക്കിംഗും ഉണ്ടല്ലോ. എന്നാ ഓക്കെ, എല്ലാ കേക്ക് ഐറ്റംസും ചെയ്ത് കൊടുക്കുന്നു. അതൊക്കെ എവിടെയെങ്കിലും പോയി പഠിച്ചതാണോ? അല്ല, സ്വന്തമായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് എന്തായാലും നമുക്ക് കേക്ക് ഐറ്റംസ് ഒന്നും തൽക്കാലം ഉണ്ടാക്കുന്നില്ല. നമ്മൾ കൂടുതലും ഇഫ്താർ സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പിന്നെ കേക്ക് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ജാക്കറ്റ് പിടിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ മസാലയൊക്കെ നമ്മള് ഉള്ളിയിലും ടൊമാറ്റോയിലും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് അത് തീയിലിട്ടേക്കണോ കുറച്ചു നേരം കൂടെ? ഫ്ലെയിമിൽ വേണ്ട. അത് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് മാറ്റി വെക്കാം. ഇനി പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ട് ശരി, ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചാൽ മതി. ഫുൾ ഒഴിക്കട്ടെ? നമുക്ക് ഇത്ര എണ്ണ മതിയാവോ? തികത്തില്ല, കുറച്ചും കൂടെ എടുക്കേണ്ടത്. അതെ. അപ്പോൾ അത് എണ്ണ നമ്മളിവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പരത്തിയും തുടങ്ങി അല്ലേ? അതെ, നമുക്കിപ്പം പരത്തി കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കാൻ പോലെ ഒരു ബോളായിട്ട് എടുക്കുക. ഓക്കെ, നമ്മളൊന്ന് വെച്ച് ആവുമ്പോൾ കയ്യിൽ ഒട്ടാൻ ചാൻസ് കൂടുതലാണോ? അത് ഒട്ടത്തില്ല. നമ്മൾ മാവ് കുഴയ്ക്കുന്ന ആ പരുവം പോലെ ഇരിക്കും. ഇത് ഒട്ടത്തില്ല. നമ്മൾ എണ്ണയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കയ്യിൽ ഒട്ടത്തില്ല. കറക്റ്റ് ഈ ഒരു ഇതിലെടുക്കുക. നമുക്ക് ഒരു ചപ്പാത്തി പോലെ പരത്തി കഴിഞ്ഞാൽ അതിൽ 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു വലിയ ഷേപ്പിൽ ഉണ്ടാക്കാൻ കട്ട് ചെയ്ത് നമ്മൾ അതെ 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണം. നമ്മളിപ്പോൾ മൈദ മാവിൽ മുക്കിയാണ് പരത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസസ് ഉണ്ട്.
ഓക്കെ, ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഓക്കെ ഇതിനെ നമ്മൾ ഇനി കട്ട് ചെയ്യുന്നുണ്ടോ? അത് കട്ട് ചെയ്യുന്നത് നമ്മൾ ഇത് 2 പോർഷനായിട്ട് ഫില്ല് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതെ, ഇതിൽ ഞാനിപ്പോൾ 1.5 സ്പൂൺ വെച്ചിട്ടുണ്ട്. ഓക്കെ, 1 സ്പൂൺ വെച്ചിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡ് ഓരോന്ന് വെച്ച് ഞാൻ ഈ ഒരു അളവിലായിരിക്കും ചെയ്യാം. ഓക്കെ, നമ്മള് ഇപ്പൊ ഒരു ചപ്പാത്തിന്റെ വലിപ്പത്തിന് നമ്മൾ പരത്തിയെടുത്തു. 2 സൈഡിലായിട്ട് 1.5 സ്പൂൺ വീതം 1.5 സ്പൂൺ വെച്ചു. ഓക്കെ, ശരി. ഇത് എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ. ഓക്കെ, ഓക്കെ, ഇത് നല്ല രീതിയിൽ ഒട്ടിച്ചില്ലെങ്കിൽ അത് ഇളകി വരാൻ ചാൻസ് കൂടുതലാണ്. അതാണ് ആ ഒരു ഷേപ്പും ഫൈനലിൽ വരുന്നത് അല്ലേ? അതെ, ആ ഒരു മടക്കിന്റെ ഒരു സംഭവം. അതെ, എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഈ സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ബാക്കി പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാണോ? അതെ, ബാക്കി പോർഷൻ കട്ട് ചെയ്തെടുത്ത് നമുക്ക് അടുത്തത് പരത്തുമ്പോൾ അതിൻ്റെ കൂടെ എടുക്കാൻ ചെയ്യാം. അതെ, സൈഡൊക്കെ നന്നായിട്ട് ആ മടക്കി വെച്ചത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അത് എങ്ങനെയാ ചെയ്യുന്നത്, ഇങ്ങനെ നമ്മളുടെ ഷേപ്പ് വരുന്നത് ഈ മോഡലാണ്. അതെ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ പൊരിച്ച് ഇപ്പം തന്നെ നമ്മൾ ഇടുകയാണ്. അപ്പോൾ നമ്മൾ പൊരിക്കുക ഓരോന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളിത് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവിലും ചെയ്യാൻ പറ്റുമോ? ഇത് വേണമെങ്കിൽ ഗോതമ്പ് മാവിലും ചെയ്യാം. നമുക്ക് കസ്റ്റമർ പറയാറുണ്ട് മൈദ വേണ്ട എന്ന് പറയുന്നവർക്ക് നമ്മളിത് ഗോതമ്പ് മാവിലും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ശരിക്കും നമുക്ക് നല്ല ബ്രൗൺ ഷെയ്ഡിലല്ലേ? ബ്രൗൺ ഷെയ്ഡിൽ വരണം. നല്ല നമ്മുടെ ഏതാണ്ട് ആ ഒരു ഭൂരിയൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഷെയ്ഡൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാം. ഇത് നമുക്ക് മാറ്റിയാലോ? ഇതെടുക്കാറേ, നമുക്ക് എടുക്കാം. നമുക്ക് ഓഫ് ചെയ്ത് നമുക്ക് തൽക്കാലം ഇപ്പൊ 2 എണ്ണം മതി. ബാക്കി പൊരിച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കില്ല. എന്തായാലും ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാനും എങ്ങനെ ഉണ്ടാക്കി എന്ന് കാണിക്കാനും വേണ്ടി നമുക്ക് 2 എണ്ണം കാണിച്ചാൽ മതി. അപ്പം നമ്മുടെ ഇറച്ചി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് നമ്മളൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? എല്ലാവർക്കും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും കിടിലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നിറയെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ഹെൽത്തിന് ഡൈജഷനും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. നല്ല കിടിലായിട്ടുണ്ട്. അടിപൊളി ഇഫ്താർ സ്നാക്കാണ്. അപ്പം ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത്തവണത്തെ റംസാന് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ എത്താനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജമ്പ് ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ? അതെ. എത്ര ക്വാണ്ടിറ്റി വരെ എടുക്കും? നമ്മളൊരു 50 ക്വാണ്ടിറ്റി വരെ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കൂടെ ഒന്ന് പറയാമോ? ഓക്കെ, 7012 847 606. ഇതിൽ കോളും ചെയ്യാം, വാട്സപ്പ് ചെയ്യണമെങ്കിൽ അത്. ഓക്കെ, അപ്പോൾ എന്തായാലും തിരക്കുള്ള ആളാണ്. അപ്പം നമ്മളധികം സമയം വൈകിപ്പിക്കുന്നില്ല. നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് മറ്റൊരു ഡിഷുമായിട്ട് ഷാഹിനത്താടൊപ്പം തന്നെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.